നമ്മളിത് നോക്കാൻ പോകുന്നത് ബസൂൽമാൻസ് എഴുതിയ റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ സമ്മറിയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഫിലിമാണ്. ബസൂൽമാൻ്റെ ഒരു ഫേമസ് ഫിലിമാണ് എന്തെന്ന് പറയുന്നത് റോമിയോ ജൂലിയറ്റ് എന്ന് പറയുന്നത്. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ റോമിയോ ജൂലിയറ്റിൻ്റെ ഒരു റീടെല്ലിംഗ്, മോഡേൺ വേർഷൻ ഓഫ് റീടെല്ലിംഗ് ആണ് ഈ മൂവി എന്ന് പറയുന്നത്. നമുക്ക് സമ്മറി നോക്കാം. The city of Verona Beach is dominated by a bitter feud between the families of Fulgenico Capulet and Ted Mondego. വെറോണ ബീച്ചിലാണ് ഈ ഫിലിം നടക്കുന്നത്. ഫൾജനിക്കോ കാപ്പുലറ്റും ടെഡ് മൊണ്ടേഗും ഇതാണ് അവിടെയുള്ള രണ്ട് ഫാമിലീസ്. ഈ രണ്ട് ഫാമിലീസും എപ്പോഴും വഴക്കും യുദ്ധവും കലഹങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. Ted's son Romeo sneaks into a masked ball at the Capulet mansion and falls in love with Fulgenico's daughter Juliet. അപ്പോൾ ടെഡ് മൊണ്ടേഗ് ഫാമിലിയിലെ ടെഡിൻ്റെ മകനാണ് എന്തെന്ന് പറയുന്നത്, സണ്ണാണ് റോമിയോ എന്ന് പറയുന്നത്. ആ റോമിയോ എന്ത് ചെയ്യാണ്, കാപ്പുലറ്റ് ഫാമിലി നടത്തുന്ന ഒരു ഫങ്ഷനിലേക്ക്, ബോൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു ഫങ്ഷനാണ്. ആ ഫങ്ഷനിലേക്ക് കയറുകയും ഒളിച്ചാണ് കയറുന്നത്. ഒളിച്ച് കയറി മാസ്ക് ഒക്കെ ധരിച്ചാണ് ആ ഫങ്ഷനിലേക്ക് കയറുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഫോൾ ഇൻ ലവ് വിത്ത് ഫൾജനിക്കോസ് ഡാറ്റർ ജൂലിയറ്റ്. ഇത് ഏത് ഫാമിലിയിലോട്ടാണ് പോയേക്കുന്നത്, ഫൾജനിക്കോ ഫാമിലി. നമുക്കറിയാം അത് ഇവരുടെ ബദ്ധശത്രുക്കളാണ്. ആ ഫാമിലിയിലേക്ക് പോയിട്ട് അവിടുത്തെ ഡോട്ടറായിട്ടുള്ള ജൂലിയറ്റിനെ എന്ത് ചെയ്യാണ്, അവർ തമ്മിൽ ലവ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റോമിയോ ആൻഡ് ജൂലിയറ്റ് ആർ സീക്രട്ട്ലി മാരീഡ് ബൈ ഫാദർ ലോറൻസ് ഹൂ ഹോപ്സ് ദ യൂണിയൻ വിൽ ഹെൽപ്പ് എൻഡ് ദ ഫൈറ്റിംഗ്. അവർ രണ്ടുപേരും സ്നേഹത്തിലാകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, അവർ രണ്ടുപേരും സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട് കല്യാണം കഴിക്കുകയാണ്. ആരുടെ സഹായത്തോടു കൂടി, ഫാദർ ലോറൻസിൻ്റെ സഹായത്തോടു കൂടി. ഈ ഫാദർ ലോറൻസ് കരുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മക്കളും കല്യാണം കഴിച്ചതോടുകൂടി തന്നെ ഈ രണ്ട് ഫാമിലീസിൻ്റെയും എന്ത് നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്, ആ ഒരു ഫൈറ്റിങ് അവസാനിക്കുമെന്ന് കരുതിയാണ് ഇവരുടെ ഈ റീയൂണിയന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ ഫാദർ ലോറൻസ് സഹായിക്കുന്നുണ്ട്. ഇൻസെൻറ്റഡ് വിത്ത് റോമിയോ ഫോർ അറ്റൻഡിങ് ദ പാർട്ടി, ജൂലിയറ്റ്സ് കസിൻ ടിബാൾട്ട് ചാലഞ്ചസ് റോമിയോ ടു എ ഡുവൽ. നിർഭാഗ്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. ആ സമയത്ത് ജൂലിയറ്റിൻ്റെ കസിനായിട്ടുള്ള ടിബാൾട്ട് നമ്മുടെ റോമിയോയുമായിട്ട് ഒരു ഫൈറ്റിന് മുതിരും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ റോമിയോയ്ക്ക് അറിയാം ടിബാൾട്ട് എന്ന് പറയുന്നത് വൈഫിൻ്റെ കസിനാണ്, അതുകൊണ്ട് തന്നെ യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല എന്നറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യും, റോമിയോ ആ ദ്വന്ദ്വയുദ്ധം, ആ യുദ്ധത്തിന് സമ്മതിക്കത്തില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, വെൻ റോമിയോ റെഫ്യൂസസ്, ഹിസ് ഫ്രണ്ട് മെർക്കൂഷ്യോ സ്റ്റെപ്സ് ഇൻ ആൻഡ് സ്ലെയിൻ ബൈ ടിബാൾട്ട്. അദ്ദേഹത്തിൻ്റെ റോമിയോയുടെ ഫ്രണ്ടായിട്ടുള്ള മെർക്കൂഷ്യോ ആ ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ടിബാൾട്ടിൻ്റെ യുദ്ധത്തിൽ, ആ ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ ആ ഒരു എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ടിബാൾട്ടിൻ്റെ വെട്ടേറ്റ് ആര് മരിക്കുകയും ചെയ്യും, നമ്മുടെ മെർക്കൂഷ്യോ ഇവിടെ മരിക്കുകയും ചെയ്യും. റോമിയോ കിൽസ് ടിബാൾട്ട് ഇൻ റിവഞ്ച് ആൻഡ് ഇറ്റ്സ് ബാനിഷ്ഡ് ഫ്രം വെറോണ ബൈ ക്യാപ്റ്റൻ പ്രിൻസ്. ഈ ഒരു സമയത്ത് റോമിയോയ്ക്ക് ദേഷ്യം വരും. കാരണം റോമിയോയുടെ ഉറ്റ സുഹൃത്തായ മെർക്കൂഷ്യോയെ ആര് കൊന്നു, ടിബാൾട്ട് കൊന്നു. അതുകൊണ്ട് അതിന് റിവഞ്ച് എന്ന വണ്ണം ടിബാൾട്ടിനെ ആര് കൊല്ലും, റോമിയോ കൊല്ലും. ഈ ഒരു വാർത്ത ക്യാപ്റ്റൻ പ്രിൻസ് അറിയുകയും റോമിയോയെ വെറോണ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുകയും ചെയ്യും, ബാനിഷ് ചെയ്യുകയും ചെയ്യും. ആ ബാനിഷ് ചെയ്യാനുള്ള കാരണമുണ്ട്. ഇവർ പറഞ്ഞല്ലോ, ഈ രണ്ട് ഫാമിലീസും എപ്പോഴും അടിയാണ്. അപ്പം ഇതിനു മുന്നേ കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആരെങ്കിലും ഇവിടെ അടിയുണ്ടാക്കണ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കൊന്നു കളയുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു അടി നടക്കുകയും ടിബാൾട്ട് അവിടെ കൊല്ലപ്പെടുകയും മെർക്കൂഷ്യോ കൊല്ലപ്പെടുകയും ചെയ്യുന്നതോടുകൂടി തന്നെ ക്യാപ്റ്റൻ പ്രിൻസ് റോമിയോയെ അവിടെ നിന്ന് ബാനിഷ് ചെയ്യുകയാണ്, നാട് കടത്തുകയാണ് ചെയ്യുന്നത്. Now engaged to Dave Paris and suicidal on the eve of her wedding, Juliet seeks help from Father Lawrence. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ജൂലിയറ്റിൻ്റെ അച്ഛനും അമ്മയും ഡേവ് പാരീസ് എന്ന് പറയുന്ന ഒരു ആളെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൾ എന്ത് ചെയ്യാണ്, നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ലല്ലോ ജൂലിയറ്റ് കല്യാണം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം.
അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജൂലിയറ്റ് ഫാദർ ലോറൻസിൻ്റെ അടുത്ത് പോയി സഹായം ചോദിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹം എന്ത് ചെയ്യും, ഹി ഓഫേഴ്സ് ഹെർ എ പോർഷൻ ദാറ്റ് വിൽ ഗീവ് ഹെർ ദ അപ്പിയറൻസ് ഓഫ് ഡെത്ത് ഫോർ 24 hours, അലോയിങ് ഹെർ ടു എസ്കേപ്പ് ആൻഡ് എലോപ്പ് വിത്ത് റോമിയോ. ഒരു 24 മണിക്കൂർ മരിച്ചതുപോലെ കിടക്കുന്ന ഒരു പോർഷൻ അദ്ദേഹം അവൾക്ക് കൊടുക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ എന്ത് ചെയ്യും, മരിച്ചതുപോലെ കിടക്കും. എന്ന് പറഞ്ഞാൽ ശ്വാസം പോലും ഉള്ളതായിട്ട് അറിയത്തില്ല. എന്നിട്ട് ഇതുവഴി എന്ത് ചെയ്യും, അവളെ കൊണ്ടുവന്ന് പള്ളിയിൽ അടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവൾക്ക് അവിടെ നിന്ന് ഉണരുകയും ചെയ്യാം. എന്നിട്ട് റോമിയോയുടെ കൂടെ നാട് വിട്ട് പോവുകയും ചെയ്യാം. ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, റോമിയോയുടെ കൂടെ എന്നേക്കുമായി നാട് വിട്ട് പോവുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോർഷൻ ഇവർ എടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ റോമിയോ മരിക്കോ ജീവിക്കോ എന്ന് പോലും അറിയാതെ, ജൂലിയറ്റ് മരിക്കോ ജീവിക്കോ എന്ന് പോലും അറിയാതെ സ്വന്തം ലവിന് വേണ്ടിയിട്ട് എന്താണ് ആ ഒരു പോർഷൻ കഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ ഫാദർ ലോറൻസ് തന്നെ പറയും, റോമിയോയ്ക്ക് ഞാൻ ഈ പ്ലാനിനെ പറ്റി ഒരു മെസ്സേജ് കൊടുക്കാമെന്ന് പറയും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ മെസ്സേജ് എന്ത് ചെയ്യില്ല, റോമിയോയുടെ അടുത്ത് എത്തില്ല. എ മെസ്സേജ് ഇൻഫോമിങ് റോമിയോ ഓഫ് ദ പ്ലാൻ ഡസ് നോട്ട് അറൈവ്. റിട്ടേണിംഗ് ടു വെറോണ ബീച്ച് ആൻഡ് ഫൈൻഡിങ് ജൂലിയറ്റ് അപ്പാരൻ്റ്ലി ഡെഡ്, റോമിയോസ് ടേക്ക് പോയിസൺ. അപ്പോൾ നമ്മുടെ റോമിയോ തിരിച്ച് ഇവളുടെ മരണവാർത്ത അറിഞ്ഞ് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്, വെറോണ ബീച്ചിലേക്ക്. അപ്പോൾ റോമിയോ എന്ത് ചെയ്യാണ്, ജൂലിയറ്റിൻ്റെ മരിച്ചു കിടക്കുന്ന ജൂലിയറ്റിനെ കണ്ടിട്ട് താങ്ങാൻ കഴിയാതെ എന്ത് ചെയ്യാണ്, പോയിസൺ കഴിക്കുകയാണ്. ജൂലിയറ്റ് അവേക്കൻസ് ഓൺലി ടു വാച്ച് റോമിയോ ഡൈ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, ജൂലിയറ്റ് ഉണരും. ആ ജൂലിയറ്റ് ഉണരുന്ന സമയത്ത് റോമിയോ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഷീ ടേക്സ് റോമിയോസ് ഗൺ ആൻഡ് പ്ലേസസ് ഇറ്റ് ടു ഹെർ ഹെഡ് ആൻഡ് ഷീ ബിക്കം ഡൈഡ്. അപ്പോൾ റോമിയോയ്ക്ക് ഇത് താങ്ങാൻ കഴിയില്ല. റോമിയോ മരിച്ചു കിടക്കുന്നത് ആർക്ക് താങ്ങാൻ കഴിയില്ല, ജൂലിയറ്റിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ജൂലിയറ്റ് എന്ത് ചെയ്യും, റോമിയോ ഇല്ലാത്ത ലോകത്ത് ഞാനും ഇനി വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് റോമിയോയുടെ ഗണ്ണെടുത്തുകൊണ്ട് ആരും വെടിവെച്ച് മരിക്കുകയാണ്, നമ്മുടെ ജൂലിയറ്റും വെടിവെച്ച് മരിക്കുകയാണ്. അപ്പോൾ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള 2 പേരും ഇവിടെ എന്ത് ചെയ്യാണ്, മരിക്കുകയാണ്. ഇതാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന ബസൂമാൻ്റെ ഫിലിം സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ റോമിയോ ജൂലിയറ്റും നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ റോമിയോ ജൂലിയറ്റും ആ ഒരു പ്ലേ ആണല്ലോ ഈ ഫിലിമായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അഡോപ്റ്റ് ചെയ്തിരുന്നത് രണ്ടും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ കൂടി നോക്കാം. ബസൂമാൻസ് 1996 ഫിലിം റോമിയോ ജൂലിയറ്റ് ഈസ് എ മോഡേൺ അഡാപ്റ്റേഷൻ ഓഫ് വില്യം ഷേക്സ്പിയർസ് ക്ലാസിക് ട്രാജഡി. വില്യം ഷേക്സ്പിയറിൻ്റെ ക്ലാസിക് ട്രാജഡിയുടെ ഒരു മോഡേൺ അഡാപ്റ്റേഷനാണ് ബസൂമാൻ്റെ ഈ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്നത്. ഈ സിനിമ പബ്ലിഷ് ചെയ്തത് 1996 ഇത് സെറ്റ് ചെയ്തേക്കുന്ന കണ്ടംപററി അർബൻ എൻവയോൺമെൻറ്റിൻ്റെ ബേസിസിലാണ്. ദ ഫിലിം റീറ്റെയിൽസ് ദ ഒറിജിനൽ ഡയലോഗ് ഫ്രം ദ പ്ലേ. ഫിലിം എന്താണ്, പ്ലേക്കകത്തുള്ള നാടകത്തിലുള്ള അതേ സെയിം ഡയലോഗൊക്കെ തന്നെയാണ് പറയുന്നത്. ബട്ട് ഇൻകോർപ്പറേറ്റ്സ് മോഡേൺ എലമെൻറ്റ്സ്. പക്ഷേ നമ്മുടെ ബസൂമാൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മോഡേൺ എലമെൻറ്റ്സ് ഈ ഫിലിമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഗൺസ്, കാർസ്, പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ തോക്കുകൾ, കാറുകൾ, പോപ്പ് മ്യൂസിക്, ഇതൊന്നും നമ്മുടെ ഷേക്സ്പിയറിൻ്റെ പ്ലേക്കകത്തില്ല. അതെല്ലാം ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി one of the most distinctive aspect of Luhmann's adaptation is its use of vibrant and colorful visual elements. വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽ എലമെൻറ്റ്സ് ഒക്കെ ഈ ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫിലിം ഫീച്ചേഴ്സ് എ വെറൈറ്റി ഓഫ് ബോൾഡ് ആൻഡ് ഫ്ലാബോയൻ്റ് കോസ്റ്റ്യൂംസ്, സെറ്റ് ഡിസൈൻസ് ആൻഡ് ക്യാമറ ആംഗിൾസ് ദാറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് എ വിഷ്വലി സ്റ്റണ്ണിങ് ആൻഡ് ഇമ്മേഴ്സീവ് വേൾഡ്. അതുപോലെ തന്നെ ഫ്ലാബോയൻ്റ് കോസ്റ്റ്യൂംസ്, ക്യാരക്ടേഴ്സിനൊക്കെ നല്ല കോസ്റ്റ്യൂംസ്, നല്ല സെറ്റ് ഡിസൈൻസ്, ക്യാമറ ആംഗിൾസൊക്കെ വളരെ നല്ല രീതിയിലും വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടും ഇമ്മേഴ്സീവ് ആയിട്ടൊക്കെയാണ് നമ്മുടെ ലൂഹ്മാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ദ യൂസ് ഓഫ് ഫാസ്റ്റ് പേസ്ഡ് എഡിറ്റിംഗ് ആൻഡ് സ്റ്റൈലൈസ്ഡ് സിനിമറ്റോഗ്രഫി കമ്പൈൻഡ് വിത്ത് ദ കണ്ടംപററി മ്യൂസിക് ആൻഡ് എനർജറ്റിക് പെർഫോമൻസസ് ഗീവ് ദ ഫിലിം എ മോഡേൺ ആൻഡ് ഡൈനാമിക് ഫീൽ. അതുപോലെ തന്നെ സ്റ്റൈലൈസ്ഡ് എഡിറ്റിങ്ങും സിനിമറ്റോഗ്രഫിയും ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കണ്ടംപററി മ്യൂസിക്കും എനർജറ്റിക് പെർഫോമൻസും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എനർജറ്റിക് ആയിട്ടാണ് ഇതിലും പെർഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഡേൺ ഡൈനാമിക് ഫീല് നമ്മുടെ ഈ ഫിലിമിന് ഉണ്ട്.
ഇനി ദ കാസ്റ്റിംഗ് ഓഫ് ദ ഫിലിം ഈസ് ആൾസോ നോട്ടബിൾ. കാസ്റ്റിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിത്ത് ലിയനാർഡോ ഡിക്കാപ്രിയോ ആൻഡ് ക്ലെയറി ഡെയിൻസ് ഇൻ ദ ലീഡ് റോൾസ് ഓഫ് റോമിയോ ആൻഡ് ജൂലിയറ്റ് റെസ്പെക്റ്റീവ്ലി. ലിയനാർഡോ ഡിക്കാപ്രിയോണാണ് റോമിയോയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്ലെയറി ഡെയിൻസ് ആണ് ജൂലിയറ്റിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ആക്ടേഴ്സും വളരെ ക്ലിയർ ആയിട്ടും നല്ല രീതിക്കുമാണ് അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. ദ ടു ആക്ടേഴ്സ് ബ്രിങ് എ യൂത്ത്ഫുൾ ആൻഡ് ഇൻറ്റൻസ് എനർജി ടു ദെയർ പെർഫോമൻസസ്, ക്യാപ്ചറിങ് ദ പാഷൻ ആൻഡ് ട്രാജഡി ഓഫ് ദ ഒറിജിനൽ ക്യാരക്ടേഴ്സ്. ഒറിജിനൽ ക്യാരക്ടേഴ്സിൻ്റെ ആ പാഷനും ട്രാജഡിയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ രണ്ടുപേരും ഈ ഒരു ഫിലിമിൽ എന്ത് ചെയ്തിരിക്കുന്നത്, അഭിനയിച്ചിരിക്കുന്നത്. ലൂർമാൻസ് അഡാപ്റ്റേഷൻ ഈസ് നോട്ട് വിത്തൗട്ട് ഇറ്റ് ഡിക്റ്റേറ്റേഴ്സ്. ഹവർ സം ക്രിറ്റിക്സ് ഹാവ് ആർഗ്യൂഡ് ദാറ്റ് ദ ഫിലിംസ് ഓവർ ദ ടോപ്പ് സ്റ്റൈൽസ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് കണ്ടംപററി എലമെന്റ്സ് റിട്രാക്ട് ഫ്രം ദ ഒറിജിനൽ തീംസ് ആൻഡ് മെസ്സേജസ് ഓഫ് ദ പ്ലേ. Others have criticized the film for its portrayal of violence and the glamorization of gang culture. എന്നാണ് ഈ സിനിമയിൽ കുറച്ച് ക്രിട്ടിക്കുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒറിജിനൽ തീമിൽ നിന്നും മെസ്സേജിൽ നിന്നുമൊക്കെ ആ ഒരു മോഡേൺ വേഷൻ അതിൽ ഉൾപ്പെടുത്തിയപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സിനിമയെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബസൂൺമാൻ്റെ സിനിമയും അതുപോലെ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസണാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമ്മറിയും അതുപോലെ പറഞ്ഞ കമ്പാരിസണും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.